ഹായ് മക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം നിങ്ങളെല്ലാവരും ജെയ് മെയിൻ PYQയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. നോക്കൂ, ജെയ് മെയിൻ 2024 ട്രിഗണോമെട്രിക് ഇക്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്തറിയാം? നമ്മൾ സാധാരണ എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക? അതെല്ലാം തന്നെ ഒരു സെയിം ഫംഗ്ഷനിലേക്ക് മാറ്റും അല്ലേ? അപ്പോൾ നമുക്കിതെല്ലാം കോസ് എക്സിലും ഉണ്ട്, സൈൻ എക്സിലുണ്ട്, സൈൻ സ്ക്വയർ എക്സ്, കോസ് ക്യൂബ് എക്സ് ഒക്കെ കാണാം. അപ്പോൾ ഇതൊരു സെയിം ഫംഗ്ഷനിലേക്ക് മാറ്റാൻ ഏറ്റവും എളുപ്പം എന്താ? ഈ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ 4 മൈനസ് എന്താവും? അത് 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് 4 കോസ് ക്യൂബ് എക്സ് പ്ലസ് 9 അല്ലേ? പ്ലസ് 9 മൈനസ് 4 കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവും. നോക്കുക, 9 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 ഇസ് ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് പ്ലസ് 4 കോസ് സ്ക്വയർ എക്സ്, ബാക്കി എല്ലാ ടേമും റൈറ്റിലേക്ക് എടുത്തു, പ്ലസ് 4 കോസ് എക്സ്. നോക്കൂ, ഇനി നിങ്ങൾ അത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ കോസ് എക്സ് ആണ്. പക്ഷേ അത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കോസ് എക്സിന് എക്സ് ഏത് വാല്യൂ ആണെങ്കിലും കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, കോസ് സ്ക്വയർ എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, കോസ് ക്യൂബ് എക്സിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും റൈറ്റ് സൈഡിൽ മാക്സിമം എത്രയേ വരുള്ളൂ? 12 വരുള്ളൂ അല്ലേ? മാക്സിമം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആയിരിക്കും ഫോർ എനി വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയത് 13 ആണ് അല്ലേ? അപ്പോൾ ഇത് ഒരിക്കലും ഏത് വാല്യൂവിലും റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്താവൂല? ഈക്വൽ ആവൂല. സോ വിച്ച് ഡസ് നോട്ട് എന്താണ്? സാറ്റിസ്ഫൈ എനി വാല്യൂ ഓഫ് എക്സ്. ഡസ് നോട്ട് സാറ്റിസ്ഫൈസ് എനി വാല്യൂ ഓഫ് എക്സ്. സോ ദ നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 0. അപ്പോൾ ഇതേപോലെയുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ജെയ് മെയിനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.